കണ്ണൂർ കായലോട് റംസീന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരിക്കാൻ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി നമുക്കൊപ്പം ചേരുന്നു. അവിടെ ഒരു ആൾക്കൂട്ട വിചാരണ നടന്നു എന്നാണോ കരുതുന്നത്? അതായത് ഒരു മുസ്ലിം വനിത മറ്റൊരു യുവാവുമായിട്ട് പുരുഷനുമായിട്ട് സംസാരിക്കാൻ പാടില്ല എന്ന ചിന്താഗതി വരുന്നത് അത് തികഞ്ഞ ഒരു സ്ത്രീ വിരുദ്ധവും അതേ സമയത്ത് തീവ്രവാദവുമാണ്. പോലീസിൻ്റെ പണി നാട്ടുകാരെടുക്കാൻ പറ്റില്ല. ഈ കുട്ടിയുടെ ഉമ്മ കുറച്ച് സമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന SDP പ്രവർത്തകരെല്ലാം നിരപരാധികളാണ്, അവർ പാവങ്ങളാണ്. ഈ ഉമ്മ യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറയാനിടയായി? അവരത് നേരിട്ട് കണ്ടതല്ല. അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു വസ്തുതയെ സംബന്ധിച്ച് സ്വന്തം മകൾ മരിച്ചതിന് ശേഷം ഇങ്ങനെ പറയാനിടയായിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? അവിടെ വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ആ സമ്മർദ്ദത്തിന് വിധേയമാകാൻ കാരണം ഈ 2-3 ചെറുപ്പക്കാർ അറസ്റ്റിലായവരെല്ലാം SDPIയുടെ സജീവ പ്രവർത്തകരാണ്. അങ്ങനെ SDPIയുടെ സജീവ പ്രവർത്തകരായിട്ടുള്ള ഇവർ പ്രതിയാവുന്നത് അവർക്ക് താല്പര്യമുള്ള വിഷയമല്ല. അതുകൊണ്ടാണ് അവർ ഫേസ്ബുക്കിലിട്ടുള്ളത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം നിരപരാധികളാണ്. അതിനകത്തൊരു സംശയം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും CPMൻ്റെ സജീവ പ്രവർത്തകരും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു SDPക്കാരെ അനിയൻ്റെ മക്കളൊക്കെ ആയിരിക്കും എങ്കിൽ പോലും ഒരു രാഷ്ട്രീയമായി നോക്കുമ്പം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ അവരങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം, ഉമ്മ പാർട്ടി മെമ്പറാണ് എന്ന് ഒരിക്കലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ വരുമ്പോൾ ബന്ധുക്കളുടെ വാക്കുകൾ, ജീവിച്ചിരിക്കുന്നവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരായിരിക്കാം. മരിച്ചുപോയവരും മരിച്ചുപോയി. അപ്പോൾ സ്വന്തം അനിയത്തിയുടെ മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് മറ്റുള്ളവരൊന്ന് നിർബന്ധിക്കുകയും, എന്നാൽ അതേസമയത്ത് ഫാദറിൻ്റെ മൊഴി അല്ല, ഫാദറിൻ്റെ ഉപ്പയുടെ മൊഴി ഇവർക്ക് എതിരായിട്ടുള്ള മൊഴിയാണ് കിട്ടിയിട്ടുള്ളത്. ഉമ്മ പ്രതികൾക്ക് അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ടീച്ചർ പറയുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.